ഹലോ, മീ ആൻഡ് മൈ എക്സ്പെരിമെൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചെടിയുടെ കെയറിങ് ടിപ്സും അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറിങ് ടിപ്സും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലാണ് ഉള്ളത്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ 3 കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പേര് സീനിക എന്നാണ് നാട്ടിൽ പറയുന്നത്, സീനിയ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസും ഇപ്പോൾ നഴ്സറീസിലൊക്കെ അവൈലബിൾ ആണ്. അതത്ര ഹൈറ്റ് വെക്കില്ല, ചട്ടിയിൽ നമുക്ക് കുഞ്ഞ് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി. പക്ഷേ ഇത് നമ്മൾക്ക് മണ്ണിൽ വെക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സ്, ഈ ചെടികൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയാണിത്. ഡെയിലി, അതായത് ഈ ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവ് ഈ ചെടിയിൽ നിന്നിട്ട് തന്നെ വാടി പോവുകയും ചെയ്യുക, കൊഴിഞ്ഞു പോവില്ല. അപ്പോൾ അങ്ങനെ വാടി കിട്ടുന്നത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ വിത്തായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടിക്ക് തരാൻ പറ്റുന്ന മാക്സിമം പൂക്കളേനെ ഈ ചെടി തന്നിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ആ പ്ലാന്റ്സിൽ നിന്ന് തന്നെ ഒരുപാട് വിത്തുകൾ കിട്ടും. ആ വിത്തുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് അടുത്തടുത്ത പ്ലാന്റ്സിനെ ഒപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാണ്ടോ, ഇതിങ്ങനെ വാടിക്കഴിഞ്ഞ് ഇങ്ങനെ ഈ ചെടിയിൽ തന്നെ നിന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് തന്നെയാണ് ഇതിൻ്റെ വിത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ ഈ ചെടിക്ക് നല്ല വെയിൽ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും വെയിലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമാണ് ഇതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയല്ല ഇത്. പിന്നെ അതേപോലെ ഇതിനെ നനയ്ക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ദിവസവും ഇതിനെ നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിന് എന്നും നന വേണം. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ എന്നും നനച്ചു കൊടുക്കാറുണ്ട് ഇതിനെ. അതായത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം സ്ഥിരമായി നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത്. അപ്പോൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ അമ്മ കുറേ ഇതിൻ്റെ മുകളിൽ നിന്ന് വിത്തുകൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരുപാട് പ്ലാന്റ്സിനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൈകൾ തന്നെയാണ് അമ്മ വെച്ചിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗിയാണ്. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട്. എൻ്റെ വീട്ടിലുള്ളത് ഇപ്പം 3 കളേഴ്സാണ് കേട്ടോ. ഇനി സെക്കൻഡ് കളർ ഇതാണ് യെല്ലോ. കാണാൻ ഭയങ്കര ഭംഗിയാണ് യെല്ലോ കേട്ടോ. എനിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ ഏറ്റവും ഇഷ്ടം യെല്ലോ ആണ്. പിന്നെ ഇതിന് അമ്മ വളം ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി മാത്രമാണ് ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ അമ്മ പൊതുവേ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും വേണ്ടിയിട്ട് ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അത് എന്തായാലും കാണണം. അത് ആണ് അമ്മ മെയിനായിട്ട് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാറുള്ളത്. അതും കൂടിയാണ് ഇതിനൊരു ഫെർട്ടിലൈസറായിട്ട് ഇടുന്നത്. അല്ലാതെ ചാണകപ്പൊടി മാത്രമാണ് ഇടേണ്ടുള്ളൂ. പിന്നെ അതേപോലെ ഇതിൻ്റെ മണ്ണിലൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഡയറക്റ്റായിട്ട് അമ്മ ഗാർഡനിൽ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഈ ഒരു ചെടീനെ. അത് ആ മണ്ണിൽ തന്നെ നല്ലപോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ നനയ്ക്കുന്ന കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ സ്ഥിരമായി നനച്ചു കൊടുക്കണം. അതായത് നമ്മൾ രാവിലെയാണ് നനയ്ക്കുന്നതെങ്കിൽ രാവിലെ തന്നെ നനയ്ക്കണം. വൈകിട്ടാണ് നമ്മൾ നനയ്ക്കുന്നതെങ്കിൽ വൈകുന്നേരം തന്നെ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് കളറ്, വൈറ്റ്. ഇതിങ്ങനെ പെറ്റൽസ് കൂടി നല്ല തിക്കായ ടൈപ്പും അതേപോലെ ഒരു ലെയർ മാത്രമായ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെഡ് കളറും കൂടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇനി ഇത്തവണ റെഡ് കളറിലുള്ള പൂ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ കുറേ പ്ലാന്റ്സ് അമ്മ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് അതിൽ ചിലപ്പോൾ റെഡ് ഫ്ലവർ വിരിയോന്ന് അറിയില്ല. അപ്പോൾ റെഡ് ഫ്ലവർ സാധാരണ ഉണ്ടാവാറുണ്ട്. റെഡ് കളർ അമ്മ എല്ലാ ഇയറിലും അമ്മ ഇതേപോലെ വിത്തിട്ടിട്ട് പുതിയ തൈകളേനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റ്സിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് തരും കേട്ടോ ഈ ഒരു ചെടി. നശിക്കുന്നത് വരെ ആ ചെടിക്ക് മാക്സിമം തരാൻ പറ്റുന്ന ഫ്ലവേഴ്സിനെ തന്നിട്ടാണ് ആ ഒരു ചെടി നശിച്ചു പോകാറുള്ളൂ. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നിങ്ങളൊരു ബിഗിനറാണ്, ഒരു ഗാർഡൻ തുടങ്ങുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നിങ്ങൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും
ഈ ഒരു ചെടീനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക നിങ്ങളുടെ ഗാർഡനിൽ. കാരണം നമുക്ക് നന്നായിട്ട് ഈ ഒരു ചെടി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. അത്രയും നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടോ, ഇത് ഒരൊറ്റ ചെടിയിലാണ് ഇത്രയും ഫ്ലവേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഗാർഡൻ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.